കൊല്ലം മൈലാപ്പൂരിൽ യുവാവിന് തീപ്പൊള്ളലേറ്റ സംഭവം കൊലപാതക ശ്രമമെന്ന മൊഴി. ഉമയനല്ലൂർ സ്വദേശി റിയാസിനാണ് പൊള്ളലേറ്റത്. യുവാവിന് തീപ്പൊള്ളലേൽക്കുന്ന CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കൊളുത്തിയ സമയം രണ്ടുപേർ ഓടി മറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രണ്ടുപേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മൊഴി. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു വീടിനുള്ളിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേർ അവിടെ ചെന്ന് യുവാവിനെ, ഉമയനല്ലൂർ റിയാസ് എന്ന യുവാവിനെ തീ കൊളുത്തുന്നു. അതിനുശേഷം അവർ ഓടി മറയുന്നുണ്ട്. അതൊക്കെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷമാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നാണിത് കൊലപാതക ശ്രമമാണെന്ന സൂചനകളിലേക്ക് പോലീസ് എത്തിയത്. ആദ്യഘട്ടത്തിൽ ഇത് ആത്മഹത്യാ ശ്രമമെന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഒരു അനുമാനം. പക്ഷെ പിന്നീട് ഈ സമീപത്തെ CCTVകൾ പരിശോധിച്ചപ്പോഴാണ് ഇത് കൊലപാതക ശ്രമമാണ്. യുവാവിനെ രണ്ടുപേർ ചേർന്ന് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന വിവരങ്ങൾ ലഭ്യമായത്. യുവാവിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. യുവാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എസ് വിനീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇത് എവിടെ വെച്ചാണ് സംഭവം ഉണ്ടായത്? വീട്ടിലോ? ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്ന ഒരു കടയിൽ, ഒരു സ്ഥാപനത്തിൽ വെച്ചാണ് സംഭവം ഉണ്ടായതെന്നാണ്. രണ്ടുപേർ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന യുവാവിന്റെ, റിയാസിന്റെ മൊഴി ഉണ്ടല്ലോ, അത് ആരാണെന്ന് ഈ മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഷഫീഖ്, സുഹൈൽ എന്നു പേരുള്ള രണ്ട് പേരാണ് തന്നെ കൂട്ടിക്കൊണ്ടു പോയത് എന്നാണ് ഈ പൊള്ളലേറ്റ ഉമയനല്ലൂർ സ്വദേശി റിയാസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ റിയാസ് 20,000 രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ പണം തിരികെ കൊടുക്കാത്തതിനുള്ള വിരോധമാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ളൊരു മൊഴിയാണ് റിയാസ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നതും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ രണ്ടു പേരും കൂടി ചേർന്ന് ഈ റിയാസിനെ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അങ്ങനെ ഓട്ടോയിനുള്ളിൽ വെച്ച് റിയാസുമായി തർക്കത്തിലേർപ്പെട്ടാണ് കയ്യിലിരുന്ന പെട്രോൾ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. റിയാസ് അത്തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നതും. ഗുരുതരമായി പൊള്ളലേറ്റ റിയാസിനെ നാട്ടുകാർ ചേർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ റിയാസ് ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. പോലീസ് ഈ ഒരു കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിനീഷ്, ഇത് ഒരു വ്യക്തിപരമായ വിരോധം ആർക്കെങ്കിലും റിയാസിനുണ്ടായിരുന്നോ? ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ഒരു മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപ്പെടുത്താനുള്ള ശ്രമം എന്നാണോ പോലീസിന്റെ അനുമാനം? റിയാസ് പോലീസിനോട് മൊഴി നൽകിയത് അതായത് ഈ രണ്ടുപേരും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സുജിത്ത്, ഈ രണ്ട് യുവാക്കളുടെ കയ്യിൽ നിന്നായിട്ട്, അതായത് ഷഫീഖ്, സുഹൈൽ എന്നീ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് 20,000 രൂപ കടം വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. 20,000 രൂപ കടം ഇദ്ദേഹം തിരികെ കൊടുക്കാനുള്ള കാലതാമസം ഉണ്ടായി. നിരവധി തവണ ഇദ്ദേഹത്തെ തിരക്കി വീട്ടിലേക്ക് എത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരികെ കൊടുക്കാത്തതിനുള്ള വിരോധമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത്. റിയാസ് തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിതമാർഗം വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം വീട് വിട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ റിയാസുമായിട്ട് ഇവർക്ക് ബന്ധപ്പെടാനൊന്നും സാധിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇതിനെ ചൊല്ലിയുള്ള ഒരു വിരോധം, അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് റിയാസ് നാട്ടിലെത്തുന്നതും. അങ്ങനെയാണ് ഈ റിയാസിനെ ഈ യുവാക്കൾ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഉണ്ടായ ഒരു തർക്കമാണ് ഒരു ക്രൂരമായിട്ടുള്ള കൃത്യത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം മൈലാപ്പൂരിലാണ് യുവാവിന് തീപ്പൊള്ളലേറ്റത്. സംഭവം കൊലപാതക ശ്രമമെന്നാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഉമയനല്ലൂർ സ്വദേശി റിയാസിനെ രണ്ടുപേർ ചേർന്ന് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. യുവാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.